ചെറുകഥ തിരുത്ത്. രചന തോമസ് കാവാലം. ശബ്ദം ജെസി ജോൺ. ചേട്ടാ, ഇങ്ങോട്ട് ഓടി വരണം. തയ്യൽ യന്ത്രത്തിൽ കാല് ചവിട്ടുകയും കൈകൊണ്ട് തുണികൾ മാറ്റിക്കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അതിനിടയിൽ രജനി ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്താ രജനി, എന്തു പറ്റി? മുറ്റത്ത് തേങ്ങ പെറുക്കി കൂട്ടുകയായിരുന്ന സന്തോഷ് വളരെ ആകാംക്ഷയോടെ തിരക്കി. ദേ ഇത് കണ്ടോ, എന്റെ കുഞ്ഞും നിങ്ങളുടെ കുഞ്ഞും കൂടി നമ്മുടെ കുഞ്ഞിനോട് വഴക്ക് പിടിക്കുന്നു. ഒന്ന് പിടിച്ചു മാറ്റാമോ? രജനിയുടെ സംസാരം കേട്ട് സന്തോഷിന് ഉറക്കെ ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. സന്തോഷിന്റെയും രജനിയുടെയും രണ്ടാം വിവാഹം 9 വർഷം മുൻപായിരുന്നു. ആ വിവാഹത്തിൽ ഉണ്ടായതായിരുന്നു രാജശ്രീ. രജനിയുടെ ആദ്യ വിവാഹത്തിൽ ഉണ്ടായ രശ്മിക്ക് ഇന്ന് 10 വയസ്സായി. സന്തോഷിന്റെ ആദ്യ വിവാഹത്തിലെ കുഞ്ഞ് ദിവ്യയ്ക്കും അതേ പ്രായം. 3 പെൺകുട്ടികൾ പരസ്പരം വഴക്ക് കൂടുന്നത് കാണാൻ എന്ത് രസമായിരുന്നു. തയ്യൽ യന്ത്രവുമായുള്ള മൽപ്പിടുത്തത്തിനിടയിലും ആ രസം ആസ്വദിച്ചുകൊണ്ടിരുന്ന രജനി പെട്ടെന്ന് അവളുടെ കഴിഞ്ഞ കാലത്തേക്ക് പറന്നു. അവളുടെ കഴിഞ്ഞകാല ജീവിതം മനസ്സിലാക്കിക്കൊണ്ട് അവളെ സ്വീകരിച്ച സന്തോഷിനെ അവൾ ഒരു ദൈവദൂതനെ പോലെ കണ്ടിരുന്നു. മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. തുള്ളിക്ക് ഒരു കുടം പോലെ മഴ തകർത്ത് പെയ്തുകൊണ്ടിരുന്നു. വർഷകാലാരംഭത്തിൽ കലാലയങ്ങൾ തുറന്നതോടുകൂടി എങ്ങും എന്തെന്നില്ലാത്ത ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. പട്ടണത്തിൽ രജനി പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഒരു കോളേജിന്റെ പടിവാതിൽ ചവിട്ടുന്നത് അന്ന് ആദ്യമായിട്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴേ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു ആഗ്രഹമാണ് കോളേജിൽ പോയി പഠിക്കുക എന്നുള്ളത്. ചേച്ചിമാർക്ക് രണ്ടും ലഭിക്കാത്ത ഒരു ഭാഗ്യമായിരുന്നു അത്. കലാലയത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ കണ്ടു പരിചയമുള്ള ഒരുപാട് മുഖങ്ങൾ അവിടെ കാണാനിടയായി. കൂട്ടത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു മുഖമായിരുന്നു രാജേഷിൻ്റെത്. സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചവർ. ഗ്രാമത്തിലും വീടുകളിൽ അധികം ദൂരമല്ലാതെ തന്നെയായിരുന്നു. രജനി കണ്ടതും രാജേഷ് അടുത്ത് വന്ന് ചോദിച്ചു, ഏതാ ഗ്രൂപ്പ് എടുത്തത്? സയൻസ്. വളരെ ഉത്സാഹത്തോടെ രജനി പറഞ്ഞു. ഏതാ മെയിൻ? മനസ്സിലെ ഭാവനകളെ ഇളക്കം വിധം ഉള്ള രാജേഷിന്റെ ചോദ്യം രജനിയെ രസിപ്പിച്ചു. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഡോക്ടർ ആകാനായിരിക്കും പ്ലാൻ അല്ലേ? രാജേഷോ? ഞാൻ മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്. എന്താ എഞ്ചിനീയർ ആകാനായിരിക്കും. രാജേഷ് ഒരു ചിരി ചിരിച്ചിട്ട് കടന്നുപോയി. കൂടെ അവന്റെ കൂട്ടുകാർ കുറേയധികം ഉണ്ടായിരുന്നു. അവരും എല്ലാവരും ചിരിച്ചു. ഒരു വല്ലാത്ത ചിരി. ആ ചിരിയുടെ അർത്ഥം അന്ന് രജനിക്ക് മനസ്സിലായില്ല. അന്ന് ആദ്യ ദിവസമായിരുന്നതുകൊണ്ട് കോളേജിൽ ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്ക് ബെല്ലടിച്ചപ്പോൾ വീണ്ടും രാജേഷും രജനിയും തമ്മിൽ കണ്ടുമുട്ടി. രാജേഷ് കോളേജിന്റെ മുൻവശത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന അവന്റെ മാരുതി സ്വിഫ്റ്റ് കാറിലേക്ക് പോവുകയായിരുന്നു. രാജേഷിന്റെ അച്ഛൻ സ്ഥലത്തെ ഒരു PWD കോൺട്രാക്ടറായിരുന്നു. അമ്മ ഹൈസ്കൂൾ അധ്യാപികയും. അവരുടെ ഒരേ ഒരു മകനായ രാജേഷ് പണത്തിന്റെ വിലയറിയാതെ വളർന്നതുകൊണ്ട് കോളേജിൽ കൂട്ടുകാരൊത്ത് അടിച്ചു പൊളിക്കാമെന്ന ധാരണയിലായിരുന്നു. രജനിയെ കണ്ട മാത്രയിൽ അവൻ പറഞ്ഞു, ആ കൈയൊന്ന് നീട്ടിക്കേ. ഉടൻ തന്നെ രജനി കൈ നീട്ടി. രാജേഷ് അവളുടെ കൈപ്പത്തിലേക്ക് ഉപ്പ് പൊടിച്ചതുപോലെയുള്ള കുറെ തരികൾ വെച്ചു കൊടുത്തു. അത്ഭുതത്തോടു കൂടിയാണ് രജനി അതിൽ നോക്കിയത്. അവൾ ചോദിച്ചു, ഇതെന്താ? ഒരു പുതിയ തരം ഉപ്പ, വായിലിട്ട് നോക്കിക്കോളൂ. രാജേഷിനെ പൂർണ്ണമായും വിശ്വസിച്ച അവൾ അത് വായിലിട്ടു. പിന്നെ കുറച്ച് നിമിഷത്തേക്ക് അവൾ മറ്റൊരു ലോകത്തായിരുന്നു. അവിടെ ആ കോളേജ് ഗ്രൗണ്ടിൽ വീണു പോകുമോ എന്ന് അവൾക്ക് തോന്നി. എങ്കിലും അവൾ ഒരുമാതിരി പിടിച്ചു നിന്നു. അവളുടെ സ്ഥിതി മനസ്സിലാക്കിയ രാജേഷ് അവളെ അവന്റെ കാറിലേക്ക് കയറ്റി. അവളെ അവന്റെ വീട്ടിലേക്ക് തന്നെയാണ് കൊണ്ടുപോയത്. അന്ന് രാജേഷിന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല. തിരുപ്പതിക്ക് പോയിരിക്കുകയായിരുന്നു. ഒരാഴ്ചയായി പോയിട്ട്. തിരിച്ചു വരാൻ വൈകുമെന്ന് നന്നായി അറിയാമായിരുന്ന രാജേഷ് രജനിയെ പെടുത്തുകയായിരുന്നു. ഏകദേശം 5 മണിയായപ്പോൾ രാജേഷ് അവളെ വീണ്ടും കാറിലേക്ക് കയറ്റി അവളെ വീട്ടിന്റെ പരിസരത്ത് കൊണ്ടുവിട്ടു. കോളേജിൽ നിന്നും വളരെ വൈകി എത്തിയ മകളെ കണ്ട് അവളുടെ അച്ഛനും അമ്മയും അത്ഭുതപ്പെട്ടു. അവൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവളുടെ അമ്മ അവരുടെ മൂത്ത മകളെ രമ്യയുടെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് മുറ്റത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. രജനിയെ കണ്ടപ്പോൾ അവർ ചോദിച്ചു, എന്തു പറ്റി മോളെ? നിന്റെ മുഖമെല്ലാം അല്ലാതിരിക്കുന്നല്ലോ. ഒരൊറ്റ അക്ഷരം ഉരിയാടാതെ രജനി അകത്തേക്ക് പോയി. ഉമ്മറത്ത് ചാരുകസയിലിരുന്ന അച്ഛനും ഒന്നും മനസ്സിലായില്ല.
മനസ്സിനും ശരീരത്തിനും നല്ല സുഖമില്ലാതിരുന്നത് കൊണ്ട് പിറ്റേന്ന് രജനി കോളേജിൽ പോയില്ല. പക്ഷെ 3-ാം ദിവസം അവൾക്ക് രാജേഷിനെ കാണാതിരിക്കാൻ പറ്റില്ലെന്നായി. കാരണം അവൻ കൊടുത്ത ഉപ്പുപൊടി അവളിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അതില്ലാതെ പറ്റില്ലെന്നായി. അതിനുശേഷം പല പ്രാവശ്യം അവൾ രാജേഷിൽ നിന്നും ആ ഉപ്പുപൊടി വാങ്ങിക്കഴിച്ചു. പിന്നെ അതില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നായി. അതിന്റെ വിലയായി പല പ്രാവശ്യമായി അവൻ രജനിയിൽ നിന്നും നല്ലൊരു തുക ഈടാക്കിയിരുന്നു. 3 മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം കോളേജിൽ വന്ന രാജേഷിനോട് രജനി പറഞ്ഞു, "I think I am pregnant. You will have to do something for it." "What? Pregnant? Who is the responsible for that?" ഒന്നും അറിയാത്തതുപോലെ രാജേഷ് ഭാവിച്ചു. "Don't you know, man? You are responsible for that." ധൈര്യം സംഭരിച്ച് രജനി പറഞ്ഞു, "Not me. You are in a world of illusion." രജനി തകർന്നു പോയ നിമിഷങ്ങളായിരുന്നു അത്. അത് കേട്ടതാ അവളുടെ സമനില തകർന്നു. അവൾ എവിടെയാണെന്ന് തന്നെ അവൾ മറന്നുപോയി. പെട്ടെന്ന് അവൾ കൈ നിവർത്തി രാജേഷിന്റെ കരണം നോക്കി ഒരടി കൊടുത്തു. അടി കിട്ടിയ രാജേഷ് ഒന്ന് പരിങ്ങി. കോളേജ് കുട്ടികൾ എല്ലാവരും കൂടി അവർക്ക് ചുറ്റും കൂടി. എല്ലാവരും ഓരോരോ കഥകൾ പറയാൻ തുടങ്ങി. വിഷയം പ്രിൻസിപ്പാളിന്റെ ചേംബറിൽ എത്തി. പിറ്റേന്ന് 2 പേരും കോളേജ് എത്തിക്സ് കമ്മിറ്റിയുടെ മുൻപിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടു. പക്ഷെ 2 പേരും ഹാജരാകില്ല. അതോടെ അവരെ 2 പേരെയും കോളേജിൽ നിന്ന് നീക്കം ചെയ്തു. കോളേജിൽ നിന്നുള്ള നീക്കം ചെയ്യൽ ഉർവശി ശാപം ഉപകാരം പോലെയായിരുന്നു രജനിക്ക്. അതോടുകൂടി അവളുടെ മയക്കുമരുന്ന് ഉപയോഗം നിന്നു. ആദ്യം കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ടായി. പിന്നെ അവളുടെ സുഹൃത്ത് രേവതിയുടെ സഹായത്തോടെ ജീവിതത്തിന്റെ യഥാർത്ഥത്തിലേക്ക് തിരിച്ചു വന്നു. പിന്നെ കോളേജിലേക്ക് പോയില്ല. തയ്യൽ പഠിച്ചു. ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. സന്തോഷത്തിൽ കൂടി നിൽക്കാൻ വളരെയധികം ആളുകൾ ഉണ്ടാകും. അവരിൽ പലരും വഴിതെറ്റിക്കുകയും ചെയ്യും. എന്നാൽ ദുഃഖത്തിന്റെ കൂടെ നിൽക്കുകയും നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പ് പോലും മൗനമായി കേട്ട് കൂടെ നിൽക്കുന്നവർ, നമ്മുടെ നിശബ്ദതയും നിസ്സഹായകതയും മനസ്സിലാക്കുന്നവർ, അവരെ ദൈവദൂതർ എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കാം. അവൾ ആത്മകഥം ചെയ്തു. ആ സംഭവത്തിന് ശേഷം 1 വർഷം കഴിഞ്ഞ് അവളെ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഒരു ദൈവദൂതൻ. അയാൾ എപ്പോഴും അവളുടെ വെളിപ്പുറത്തായിരുന്നു. "ചേട്ടാ, ഈ ഷർട്ടിന് ബട്ടൺ വെച്ച് തരാമോ?" രജനിയുടെ ചോദ്യത്തിന് മറുപടി പ്രവൃത്തിയിലായിരുന്നു. നിശബ്ദനായിരുന്നു അയാൾ. ആ ഷർട്ടിന് ബട്ടൺ തുന്നിക്കൊണ്ടേയിരുന്നു. "പിള്ളേരുടെ യൂണിഫോമാ. സ്കൂൾ തുറക്കാൻ ഇനി 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ." രജനി അത് പറയുമ്പോൾ പുറത്ത് വർഷകാലത്തിന്റെ വരവറിയിച്ചുകൊണ്ട് മഴ തിമിർത്ത് പെയ്യാൻ തുടങ്ങിയിരുന്നു. ഓരോ വർഷകാലവും പഴയ ചില ഓർമ്മകൾ കൊണ്ട് അങ്ങനെ അവളെ വീർപ്പ് മുട്ടിച്ചിരുന്നു.